أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. What is Islam? What is Islam? എന്താണ് ഇസ്ലാം? ആൻസർ പറയേണ്ടത് നമ്മുടെ ഫുആദ്. ഫുആദെ പറയടാ, എന്താണ് ഇസ്ലാം? എന്താ ഇസ്ലാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ് എന്താ ഇസ്ലാം, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുക. നിങ്ങളെ പറ്റി അവരെന്ത് വിചാരിക്കും അല്ലെ? അങ്ങനെയൊന്നും പറ്റില്ല, നമ്മൾ പറയണം. ഓക്കെ, സൽമാൻ പറഞ്ഞു നോക്ക്, വാട്ട് ഈസ് ഇസ്ലാം? ഇസ്ലാം ഈസ് എ നോ ആൻസർ. ഹൈസാൻ? മുസ്ലിംകളുടെ മതം. വലിയ രണ്ട് തെറ്റുകളാണ് ഹൈസാൻ പറഞ്ഞത്. ടു ബിഗ് മിസ്റ്റേക്സ്. ഒരു മിസ്റ്റേക്ക് ആണ് കുഴപ്പമില്ല, രണ്ട് തെറ്റ് പറഞ്ഞു. അവൻ പറഞ്ഞ ഉത്തരം, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ഇസ്ലാം. ആൻസർ പറഞ്ഞത് രണ്ട് തെറ്റാണ്. ഒന്ന് മുസ്ലിമീങ്ങളുടെ മതം എന്നാണ് ആൻസർ പറഞ്ഞത്. അതിൽ രണ്ട് വലിയ തെറ്റുകളുണ്ട്. ഒന്ന്, ഇസ്ലാം നോട്ട് ഫോർ മുസ്ലിംസ്. ബനി ആദമാണ് ഇസ്ലാം, അതാണ് തെറ്റ്. ആദമിന്റെ മക്കൾക്കൊക്കെ ഉള്ളതാണ് ഇസ്ലാം. അതായത് മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഒക്കെ എന്ത് ചെയ്യാം, മുസ്ലിം ആകാം. മനസ്സിലായില്ലേ? അവർക്കൊക്കെ ഉള്ളതാണ് ഇസ്ലാം, അവർക്കൊക്കെ ഉള്ളതാണ് ഖുർആൻ. ഖുർആനും ദീനും ഒക്കെ ലോകത്തെല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അള്ളാഹു കൊടുത്തു വിട്ടിട്ടുള്ളത് അല്ലെ? അംബിയ മുർസലുകൾ വഴി ദീൻ എത്തിച്ചു തന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സൂര്യൻ, സൺ എല്ലാവർക്കും ഉള്ളതല്ലേ? സണ്ണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ? സൺലൈറ്റ് എല്ലാവർക്കും ഉള്ളതല്ലേ? മഴ എല്ലാവർക്കും ഉള്ളതല്ലേ? ഫുഡ്, വെള്ളം, അതുപോലെ ഈ ഭൂമിയിലെ പ്രകൃതി എല്ലാവർക്കും കൊടുത്ത പോലെ ഇസ്ലാം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും, ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഇസ്ലാം. റൈറ്റ്? ഇന്ന് ലോകത്ത് ഏറ്റവും നമ്പർ 1 പോപ്പുലേഷൻ ഉള്ള മതം ഏതാണ്? കമ്മ്യൂണിറ്റി ഏതാണ്? ഗൂഗിൾ ചെയ്യേണ്ടി വരുമോ? നിങ്ങൾക്കറിയുമോ? ഇഷാന് പറഞ്ഞു. ഇസ്ലാം അല്ല, ഇസ്ലാം മതം. ഇസ്ലാമാണ്. ആണോ? ആണോ അല്ലയോ? നമ്പർ 1 കണക്കുകൾ പ്രകാരം പറയുന്നത് ക്രിസ്ത്യാനിസമാണ്, ക്രിസ്ത്യൻസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ കണക്കിൽ മാത്രമേ അതുള്ളൂ. പ്രാക്ടിക്കൽ ലൈഫിൽ ക്രിസ്ത്യൻസ് പേര് മാത്രമേ അവർക്ക് ക്രിസ്ത്യൻ ഉണ്ടാവുള്ളൂ. അവർ പ്രാക്ടിക്കലായിട്ട് മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ റിലീജിയസ് ആയിട്ട് സ്പിരിച്വൽ ആയിട്ട് റൂൾസ് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരല്ല മെജോറിറ്റി ക്രിസ്ത്യൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള മതദർശനം ഏതാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദർശനം ഏതാണ്? ഷഹസാദ്? ഇസ്ലാമാണ് അല്ലെ? ഇസ്ലാമാണ്. നിങ്ങൾ വേണേൽ ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ചെയ്താൽ തന്നെ അറിയാം.
എത്ര വർഷം കൊണ്ട് നമ്പർ 1 ആവും മുസ്ലിങ്ങൾ? ഗൂഗിളിനോട് ചോദിച്ചു നോക്കൂ. ഹൗ മെനി ഇയേഴ്സ് വാണ്ട് ടു ഈ നമ്മുടെ ക്രിസ്ത്യൻ പോപ്പുലേഷനേക്കാളും ബ്രേക്ക് ചെയ്ത് നമ്പർ 1 ആവാൻ എത്ര ഇയേഴ്സ് വേണ്ടി വരും ഇനി പോപ്പുലേഷൻ ഗ്രോത്തില്? കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. 17% ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അല്ല 21% ഉണ്ടായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 17% ആയി. 17% ഉണ്ടായ 21%, 27%. അങ്ങനെ അതൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ, അല്ല കമ്മ്യൂണിറ്റി പോപ്പുലേഷൻ ഇൻക്രീസ് ആയതില്, ജനസംഖ്യാ വർധനവില്. ഓക്കെ, നിങ്ങൾ നോക്കിയോ? കിട്ടിയോ? ഷാന് കിട്ടിയോ? ആ എന്താ പറയുന്നത്? 100 വർഷത്തിന്റെ ഉള്ളില് ഈ ക്രിസ്ത്യാനികളെ പൊട്ടിക്കുന്ന പറയുന്നത്. പൊട്ടിക്കാന്നത് യുദ്ധമൊന്നുമല്ല അല്ലെ, 100 വർഷം എന്നല്ല. ഞാനിത് സെർച്ച് ചെയ്തപ്പോ ഇപ്പോഴത്തെ റേഷ്യോയില് പോവാണ് 2050 ഉള്ളിൽ തന്നെ, എന്ന് വെച്ചാൽ അറൌണ്ട് 25 ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെ പോപ്പുലേഷൻ നമ്പർ 1 ആവും. അതിന് കുറെ കാരണമുണ്ട്, പോപ്പുലേഷൻ ഗ്രോത്ത് മാത്രമല്ല. കേരളത്തില് ഇപ്പൊ വലിയ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായ ഒരു കാര്യമായിരുന്നു, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടുന്നത് മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യൻസും ഹിന്ദുക്കളും പോപ്പുലേഷൻ കൂടുന്നില്ല. നിങ്ങൾക്ക് ആർക്കല്ലോ അതിന്റെ ആൻസർ അറിയാം, എന്താ കാരണം എന്നുള്ളത്? നിങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നിങ്ങൾ പഠിക്കാറില്ല എന്നറിയാം, നിങ്ങൾ ന്യൂസ് ഒന്നും കാണാറില്ല എന്നറിയാം. അറിയോ എന്തുകൊണ്ടായിരിക്കും മുസ്ലിംസ് പെട്ടെന്ന് വർദ്ധിച്ചു കൂടി വരാൻ കാരണം? ആർക്കെങ്കിലും അറിയാം? ഹസൻ പറയുന്നുണ്ട്. ഹസൻ പറഞ്ഞേ. ഇസ്ലാമിന്റെ സത്യസന്ധത പറഞ്ഞിട്ടാ. എന്താ? ഇസ്ലാമിന്റെ സത്യസന്ധത പറഞ്ഞിട്ടാ. സത്യസന്ധതയും പോപ്പുലേഷനും തമ്മിൽ എന്താ ബന്ധം? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആളുടെ എണ്ണം കൂടുന്നു. കേരളത്തിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്, കേരളത്തിനും അതിൽ വേൾഡ് വൈഡ് ആയിട്ട് മുസ്ലിംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. ജവഹറിന് പറ്റുമോ? കിട്ടുമോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നോമ്പെടുക്കുന്നുണ്ട് എങ്ങനെ പോപ്പുലേഷൻ കൂടുക? ജനസംഖ്യ കൂടുതൽ എങ്ങനെ നോമ്പെടുക്കുന്നോണ്ട്? ഓർക്കത്ര ശക്തി ഉണ്ടായോണ്ട് നമുക്ക്. എടാ, നിങ്ങളുടെ മുമ്പിൽ സിസ്റ്റം ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ നിങ്ങള് വെറുതെ കാട്ടിലേക്ക് വെടിവെക്കുന്നത്? ചോദിച്ചു നോക്കൂ ഗൂഗിളിനോട്, ChatGPT-യിലോ അല്ലെങ്കിൽ നിങ്ങൾ AI ടൂളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്തുകൊണ്ട് വൈ ഇസ്ലാം? ഫോണൊന്നും എവിടെയെങ്കിലും വെക്കുക, ആദ്യം നല്ലപോലെ വെക്ക്, ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ഇരിക്കുന്നാലേ അൺമ്യൂട്ടൊക്കെ തരുള്ളൂ. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? ദിയ ഫാത്തിമ പറഞ്ഞു നോക്ക്. ഫാമിലി അറ്റാച്ച്മെന്റ്. ഫാമിലി അഡ്ജസ്റ്റ്മെന്റോ? അറ്റാച്ച്മെന്റ്. സാലിഫിന് കിട്ടിയ ആൻസർ? നീ ചെക്ക് ചെയ്തോ? ടൈപ്പ് ചെയ്തോ? ടൈപ്പ് ചെയ്തിട്ടുമില്ല. നിങ്ങൾ വയല് കേൾക്കാൻ ഇരിക്കുകയാണോ? ആർക്കാ കിട്ടിയ? നീ ടൈപ്പ് ചെയ്താ? എന്താ ആൻസർ? ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട് ഓൺ വേരിയസ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്. പിന്നെ അത് മാത്രമേ ഉള്ളൂ? അത് ചെറുതായി ലാസ്റ്റത്തെ വരി വായിച്ച്. അതുപോരാ, ലാസ്റ്റത്തെ വരി ആദ്യം വായിക്കല് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഫസ്റ്റത്തെ കാര്യമല്ലേ ആദ്യം വായിക്കണ്ടേ അല്ലേ? അവിടെ സേറയാ എന്താണ്? മുസ്ലിമിലേക്ക് വരുന്നത് എന്തോ ഒന്നും മനസ്സിലാവണില്ല. അയാന് ഒരുമ വേണം. ഓക്കെ, കുറെ കാരണങ്ങളുണ്ട്. ഒരു കാരണം കൊണ്ടല്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം ഏർലി മാരേജ്. ഏർലി ഒന്നുമല്ല, നേരത്തെ തന്നെ കല്യാണം കഴിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികളുണ്ടാവും. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ ഹിന്ദു കുട്ടികൾ ഉണ്ടെങ്കിൽ കൈപോക്ക്. ഉണ്ടാ? ക്രിസ്ത്യൻസ് ഉണ്ടോ? ഉണ്ടാ? ആ ഹിന്ദു ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ള അവരൊക്കെ നമ്മുടെ ബാച്ചിലുണ്ടാവും. നമ്മുടെ ബാച്ച് ഇങ്ങനെ ഈ അലുമിനി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അലുമിനി ഗ്രൂപ്പ് ഒക്കെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അലുമിനി ഗ്രൂപ്പിൽ ഓരോ മക്കളുടെ ലിസ്റ്റ് ഇങ്ങനെ ഇടും. എനിക്ക് 5 മക്കളായി, എനിക്ക് 4 മക്കളായി. അപ്പോഴത്തേക്ക് മറ്റൊരു കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ല, അതായത് മറ്റ് കമ്മ്യൂണിറ്റി ഉള്ളത്. ഓക്കെ, അത്
അത് മുസ്ലിങ്ങൾ എത്രയും പെട്ടെന്ന് മാരിഡ് ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാരണം, റൈറ്റ്? ഓക്കെ, അതൊന്നും പിന്നെ നിങ്ങളൊരു വിഷയമല്ല, പക്ഷെ അത് അറിഞ്ഞു വെക്കുക. അത് പോപ്പുലേഷനിൽ വരുന്ന ഒരു കാര്യം, ഒരു ഫാക്ട് അതാണ്. പിന്നെ ചെറിയൊരു പെർസെൻറ്റേജ് കൺവേർഷൻ റേറ്റ്, അതായത് റിവേർഷൻ, തിരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരുന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് പേര് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഘർ വാപ്പസി എന്ന് പറയും, തിരിച്ചു വരിക. ഓക്കെ, അതായത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഒരു ഉപ്പാന്റെയും ഉമ്മയുടെയും മക്കളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട് മുസ്ലിങ്ങളായിട്ട്? 2 ബില്യൺ അല്ലെ? 2 ബില്യൺ എക്സിഡഡ്. 2 ബില്യൺസ് മുസ്ലിംസ് ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അതായത് 8 ബില്യൺ ആളുകളാണ് ലോകത്തുള്ളത്. അതിൽ 8 ആളെ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ അതിൽ 2 ആളുകൾ മുസ്ലിങ്ങൾ ആയിരിക്കും അല്ലെ? കള്ളക്കടത്ത് കേസൊക്കെ പിടിച്ചാൽ കാണാനില്ലേ പോലീസുകാർ 8 പ്രതികൾ പിടികൂടി, അതിൽ 2 പേര് എന്തായാലും മുസ്ലിങ്ങൾ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. ഓക്കെ, പോട്ടെ, നമ്മുടെ ടോപ്പിക് അതല്ല. നമ്മുടെ ടോപ്പിക് വാട്ട് ഈസ് ഇസ്ലാം എന്ന ചോദ്യമായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഇതുവരെ അതിന് കൃത്യമായൊരു ഉത്തരം ആരും തന്നിട്ടില്ല. വാട്ട് ഈസ് ഇസ്ലാം? വാട്ട് ഈസ് ഇസ്ലാം? ആരാണ് പറയാ? ജൗഹറ, മറ്റേ കമ്പ്യൂട്ടറിൽ ജോയിൻ ചെയ്തടാ. എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഈ ടാബിൽ വരുമ്പോൾ. ആർക്കും പറയാൻ പറ്റുന്നില്ല. നമ്മൾ മുസ്ലിങ്ങളായിട്ട് വാട്ട് ഈസ് ഇസ്ലാം എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല. അതൊരു നെഗറ്റീവ് അല്ലേ? നമ്മൾ നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ വാട്ട് ഈസ് ഇസ്ലാം ഉത്തരം പറയാ. സാലിഫ്, സാലിഫ് പറഞ്ഞേ, വാട്ട് ഈസ് ഇസ്ലാം? ഇസ്ലാം എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് പറയാൻ പോകുന്ന ആളുകൾ അങ്ങനെ പറയാം. ആക്ച്വലി ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി പറയും. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. പണ്ട് തമാശയായിട്ട് ഒരു ഹിന്ദുവായ ഒരാള് ഒരു മുസ്ലിമിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് മുസ്ലിം ആവണം. അങ്ങനെ മുസ്ലിം ആവണേ അങ്ങനെ പെട്ടെന്ന് ആവാൻ പറ്റൂല, ഒരു കലിമ ചൊല്ലാനുണ്ട്. എന്നാ കലിമ ചൊല്ലിക്കൊണ്ട ഞാൻ ചൊല്ലട്ടെ എന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മള് മുസ്ലിങ്ങളായി ഇസ്ലാമിന്റെ ആളുകളായി ജീവിക്കുമ്പോൾ വാട്ട് ഈസ് ഇസ്ലാം എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? ആർക്കാ പറ്റുക? കൈ കാണിച്ചേ. ഹസൻ. ഒരു മതം അല്ല ഇസ്ലാം. മതം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെ പോലെ ഒരു മതമാണോ ഇസ്ലാം? മതങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമായ മതങ്ങളാണ്. ഡിവൈൻ കണക്ഷൻ ചില മതങ്ങൾക്ക് പോലും കുറവാണ് അല്ലെ? മനുഷ്യനുണ്ടാക്കിയ, മനുഷ്യന്റെ ആലോചനകളും മനുഷ്യന്റെ ആചാരങ്ങളിലും ഒക്കെ ഉണ്ടായ മതങ്ങളെ പോലെയുള്ള ഒരു മതമല്ല ഇസ്ലാം. മതം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മലയാള ഭാഷയിൽ മതം എന്ന് പറഞ്ഞാൽ തന്നെ അഭിപ്രായം എന്നാണ്. ഇസ്ലാം ആരുടെങ്കിലും അഭിപ്രായമാണോ? ഇസ്ലാം ആരെങ്കിലും അഭിപ്രായം പറഞ്ഞതാണോ ഇസ്ലാം? വാട്ട് ഈസ് ഇസ്ലാം? ഇഷാനെ പറ. മുസ്ലിമിന്റെ മതം. പിന്നെ അതേ തെറ്റ് ആവർത്തിക്കല്ലേ. നേരത്തെ ഹൈസാൻ എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു മുസ്ലിങ്ങളുടെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 2 തെറ്റുണ്ട്. ഇസ്ലാം ഓൾറെഡി മറ്റു മതങ്ങളെ പോലെ ഒരു മതമല്ല. മതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായം, ഒരു വ്യക്തിയുടെ, എ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെ ഒപ്പീനിയൻസ് അല്ല ഇസ്ലാം. ഓക്കെ, ഇസ്ലാം ഡിവൈൻ ആണ്, ദൈവികമാണ്. ഓക്കെ, ബട്ട് മതം എന്നിട്ട് ആ വാക്ക് നമ്മൾ മാറ്റി വെക്ക്. മതം എന്ന് ഇസ്ലാമിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇസ്ലാം ഇസ് എ റിലീജിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ പിന്നെ വേർഡ് അല്ല അത്. ഓക്കെ, പിന്നെ മുസ്ലിങ്ങളുടെ എന്നുള്ളത് പറയാനേ പാടില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കിയത്. ഹുദൻ ലിന്നാസ്. ഖുർആനെതിരായില്ല നമ്മൾ വർത്താനം പറയുന്നത്. ഹുദൻ ലിന്നാസ്, മാൻകൈൻഡ് അല്ലെ? യാ അയ്യുഹന്നാസ്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. ആദമിന്റെ മക്കൾക്കാണ്. ആരാദം? ആദം അലൈഹിസ്സലാം. നമ്മുടെ വല്യപ്പയാണ്. നമ്മളൊക്കെ കുടുംബക്കാരായില്ലേ അല്ലെ? ഈ സൂം മീറ്റിംഗിൽ വന്ന എല്ലാവരും കുടുംബക്കാർ അല്ലെ? എന്നെങ്ങനെ കുടുംബക്കാരായത്? നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ ഉപ്പാന്റെ മക്കളാണ്. അതാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും
ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. ഓക്കെ, വാട്ട് ഈസ് ഇസ്ലാം? വീണ്ടും നെഹ്ദ. ഒരൊറ്റ ഗോഡിനെ ബിലീവ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്കത് പറയാം. മറ്റ് ഈ ഭൂമിയിലുള്ള മറ്റ് ഇസങ്ങളും മറ്റ് മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള മേജർ ഡിഫറൻസ് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. വൺനെസ് ഓഫ് ഗോഡ്. വൺനെസ് ഓഫ് ഗോഡ് ക്രിസ്ത്യൻസിലും നല്ലൊരു വിഭാഗം ജൂയിഷ് പീപ്പിൾസും ഒക്കെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഹിന്ദു മതവിശ്വാസികളിലും നല്ലൊരു ശതമാനം അള്ളാഹു അഥവാ ഏകദൈവ വിശ്വാസികളുണ്ട്. അത് സത്യമാണ്. ഓക്കെ, മറ്റു മതങ്ങളിലും അങ്ങനെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ തൗഹീദ് അഥവാ കുൽ. കുൽ പറഞ്ഞേ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാണ് കുൽ. നമ്മുടെ തൗഹീദ് അതാണ്. ഖുർആനിന്റെ 1/3 എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്ത് കൂടിയാണ് ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ തൗഹീദ് ഇസ്ലാമിന്റെ ഒരു ബേസ് തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇസ്ലാം? സാലിഫ്. Islam is a monotheistic religion. അതായത് ഏകദൈവീക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ എന്ന് എന്റെ മലയാളം പറയേണ്ടി വരും അല്ലെ. ഒരു ദർശനമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഹസന് കൈപൊക്കുന്നല്ലോ. എന്താ ഹസന്? അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കൽ. അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അള്ളാഹു ഒരുവനാണ് എന്ന് പറയലും വിശ്വാസം ഇസ്ലാമിന്റെ ഭാഗമാണ്. ജോഹർ. അള്ളാഹുനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഫോളോ ചെയ്ത് ജീവിക്കുന്നു. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയാം, മുസ്ലിങ്ങൾ അല്ലെ. ഓക്കെ, വാട്ട് ഈസ് ഇസ്ലാം എന്നുള്ളതിന് വൺ വേർഡിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറയേണ്ടി വരും. ഓക്കെ, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നതിന് ഉത്തരം നമുക്ക് എന്തല്ല ഇസ്ലാം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അല്ലെ. ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനുഷ്യനിർമ്മിതമായ മാൻമെയ്ഡ് പ്രോഡക്ട്സ് അല്ലെ മാൻമെയ്ഡ് റിലീജിയൻസ് ദുനിയാവിലുണ്ട്. ആ മാൻമെയ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാക്കിയ ദൈവങ്ങളുടെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാത്തവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ആരാണ് മുസ്ലിങ്ങള്? ഹു ഈസ് മുസ്ലിം? നാസിൻ. ആദം നബിയുടെ മക്കളല്ലേ? ആദം നബിയുടെ മക്കളാണ്. ആദം നബിയുടെ മക്കളൊക്കെ മുസ്ലിങ്ങളുമാണ്. റൈറ്റ്. ഓക്കെ, പക്ഷെ മുസ്ലിം ആവുക എന്നുള്ളത് സാലിഫിന് വേറൊരു ഒപ്പീനിയൻ പറയുന്നു. അള്ളാഹുവിന്റെ ക്രിയേഷൻ. അള്ളാഹുൽ വിശ്വസിക്കുന്നവരെയാണ് ബിലീവേഴ്സാണ് മുഅ്മിനുകൾ എന്ന് പറയാം അല്ലെ. അതിന് വേറെ പേരുണ്ട്. ബിലീവേഴ്സിന് മുഅ്മിൻ എന്ന് പറയുന്നത്. മുസ്ലിം എന്ന വാക്കിന് Muslims are individuals who adhere to the religions of a monotheistic. അതായത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദർശനത്തിൽ വിശ്വസിക്കുന്ന. അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ വൺനെസ് ഓഫ് അള്ളാഹ്. ഇതാ ഇങ്ങനെ കാണിക്കല്ലാരും ഒരു വണ്ണ് കാണിച്ചേ വീഡിയോയില്. ഇതാണ് ഇസ്ലാം. ഓക്കെ, നമ്മളും മറ്റ് ഇസങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ദിസ് നമ്പർ 1 മീൻസ് വൺനെസ് ഓഫ് അള്ളാഹ് ഓൾമൈറ്റി. ദ ലോർഡ് ഈസ് വൺ. 2 ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ അല്ലാത്തൊരു വേറെ ഒരു ഇല്ല. അതാണ് സത്യം. അതാണ് റിയൽ. ഇപ്പോഴും വിചാരിച്ചിരിക്കുകയാണോ വല്യപ്പ കൊരങ്ങനായിരുന്നു എന്ന്? ഇപ്പോഴും അല്ലെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട്. കൊരങ്ങന്റെ വാല് പോയി, തല പോയി, അത് പോയി, ഇങ്ങനെ പോയി, അങ്ങനെ മനുഷ്യനായി. ഒന്നുമല്ല. റിയൽ സത്യങ്ങൾ അവിടെ കിടക്കുകയാണ്. റിയൽ സത്യം. ഈ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ക്രിയേറ്റഡ് ബൈ അള്ളാഹ്. ഈ വേൾഡ് പ്ലാനറ്റ് അള്ളാഹുവിന്റെയാണ്. അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹ് തന്ന ഭക്ഷണം കഴിച്ച്, അള്ളാഹ് തന്ന ശരീരത്തിൽ അള്ളയാണ് ഹൃദയത്തിന്റെ കൺട്രോൾ പോലും, ഹൃദയത്തിന്റെ മിടുപ്പ് പോലും നിയന്ത്രിക്കുന്ന അള്ളയാണ്. ആ അള്ളാഹുവിൽ വിശ്വസിച്ച് ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെയാണ് മുസ്ലിങ്ങള് എന്ന് പറയുക. മനസ്സിലായില്ലേ?
അവരാണ്. പക്ഷെ ഈ മുസ്ലിം എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരാൾ എത്ര പെർസെൻറ്റേജ് മുസ്ലിം ആണെന്ന് എങ്ങനെ നോക്കാൻ പറ്റും? എങ്ങനെ നോക്കാൻ പറ്റും? ചേട്ടാ, സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത്. ഇഷാനെ, അത് നമ്മള് അയാളെ നോക്കുക, അത് എത്രത്തോളം അയാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അയാൾ എത്ര കെയർ ചെയ്യുന്നുണ്ട്, അയാളെ അമ്മാനിപ്പാനൊക്കെ. ഉമ്മാനിപ്പാനും കെയർ ചെയ്യുന്നതാണോ ഒരു മുസ്ലിമാണോ അല്ലേ എന്ന്? ഒരാൾ എത്ര പെർസെൻറ്റേജ് മുസ്ലിം ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂളും ഇന്ന് ഈ വേൾഡിൽ അവൈലബിൾ അല്ല. ഒരാളുടെ തഖ്വ, ഒരാളുടെ ഈമാൻ, അത് എത്രയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ആർക്കും അത് കണ്ടെത്താൻ കഴിയില്ല. ഓക്കെ, നമ്മള് മുസ്ലിം ആവാൻ വേണ്ടി 100% മുസ്ലിം ആവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. 100% മുസ്ലിം ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നതെന്നൊന്ന് ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞേ. ഒരു നല്ല മുസ്ലിം ആവാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മുസ്ലിം ആകാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അള്ളാഹുവോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? ദുനിയാവിൽ എന്തെങ്കിലും ചെയ്യാണോ വേണ്ടത്? മുസ്ലിം ആവാൻ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ ഏറ്റവും നല്ലൊരു മുസ്ലിം ആവാൻ അവിടെ സൽമാൻ, നമ്മൾ നിസ്കരിക്കണം, പിന്നെ നമ്മൾ ഖുറാനും ഓതണം. എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണോ കൂടുതൽ ചെയ്യേണ്ടത്, അല്ല ദുനിയാവിലെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കൂടുതൽ? അള്ളാഹുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അള്ളാഹുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വീണ്ടും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരാള് ഇപ്പൊ ഞാനെന്ന് വിചാരിച്ചോ, ഞാൻ ഈ ഖുറാൻ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് ഞാൻ ഒരു കാട്ടിലേക്ക് പോയി. ഓക്കെ, എൻ്റെ കൂടും കുടുംബവും ഒക്കെ വിട്ട് ഒരു കാട്ടിൽ പോയി. എന്നിട്ട് അവിടെ ചെറിയൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അവിടെ നിസ്കരിച്ചോണ്ട് നിസ്കരിച്ച് ഇങ്ങനെ അവിടെ തന്നെ മരിച്ചു. എനിക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂല എന്ന് പറയുന്ന ഒരു കൈവോക്ക്. കിട്ടൂല എന്ന് പറയാം. എന്തുകൊണ്ടാ ലൈന അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ, ലൈന പറ. നിസ്കരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാർത്ഥനയും. നിസ്കരിച്ചോണ്ട് മാത്രം കാര്യമില്ല. നിസ്കരിച്ചോണ്ട് കാര്യമില്ല എന്നല്ല വേർഡ്, അവള് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നിസ്കരിച്ചോണ്ട് മാത്രം കാര്യമല്ല, വേറെയും കുറെ നിസ്കരിക്കണം. പക്ഷെ നിസ്കാരത്തിന്റെ കൂടെ ചെയ്യേണ്ട വേറെ കുറെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതെന്തൊക്കെയാ ആർക്കാ പറയാൻ പറ്റുക? അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഹസൻ, ഇസ്ലാം കാര്യങ്ങൾ. എടാ, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇതല്ലേ, അനുഷ്ഠാനങ്ങളല്ലേ? പിന്നെ നിസ്കരിക്കുക, നോമ്പ് വലിക്കുക, അതല്ല പറഞ്ഞേ. അത് ചെയ്യണം, പക്ഷെ അത് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ. ജിയ ജൗഹർ, കുടുംബ ബന്ധം ചേർക്കും. എന്താ ഈ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാല്? ഗമ്മ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒട്ടിക്കുക, രണ്ടാളെ കുടുംബത്തുള്ള കൊണ്ടിട്ട് ഗമ്മ് രണ്ടാളെ പുറമിട്ടിട്ട് ഒട്ടിക്കലാണോ? എങ്ങനെയാണ് അത് ചേർക്കുക എന്ന് പറഞ്ഞാല്? ഇപ്പൊ രണ്ടാള് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കണം. അതായത് ജിയയും ജൗഹറും തല്ലുണ്ടാക്കുമ്പോ ജൗഹറും ജിയയുടെയും മനസ്സിൽ എന്താ വേണ്ടത്? ഞങ്ങൾ അടി കൂടൂല, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർ, അതല്ലേ ഇസ്ലാം? അതല്ലേ ചേർക്കുക എന്ന് പറഞ്ഞാല്? അപ്പൊ നിങ്ങൾ അടി കൂടിയാൽ അത് മുസ്ലിങ്ങളുടെ സ്വഭാവമല്ല, അത് പോത്തുള്ള സ്വഭാവമാണ്. എരുമ, നായ, നിങ്ങൾ കണ്ടില്ലേ ആയിട്ടുള്ളൊക്കെ തെരുവിൽ അടി കൂടുന്ന പോത്തുകളെ പോലെ, കുത്തുവിടുന്നല്ലേ ആടിനെ പോലെ. ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ കടിച്ചു കീറുന്ന പോലെ മക്കൾ തമ്മിൽ അടി കൂടുന്നുണ്ട്. അവർ മുസ്ലിങ്ങളാണെന്ന് അവരെ പറ്റി പറയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. ഓക്കെ, ബന്ധങ്ങൾ നന്നാക്കുക, ശരിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ് ഒരു നല്ല മുസ്ലിം ആവാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന്? നമ്മൾ സദക്കയും പിന്നെ ഖുറാനും ഓതണം. ഈ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളത് നമ്മൾ മാറ്റി വെക്ക്. ആ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ,
അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന വിരൽ ഉപയോഗിച്ചിട്ട് സുബാനല്ലാ 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 ഈ ദിക്റുകളില്ലേ, ദിക്റുകള്, നിസ്കാരം, ഹജ്ജ്, നോമ്പ്, അള്ളാഹ്ക്ക് വേണ്ടി ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ അങ്ങ് മാറ്റി വെക്ക്. എന്നിട്ട് എന്താ ചെയ്യാ, നമുക്ക് വേണ്ടി നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഏതൊക്കെയാണ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം? റിദ്വാന് പറഞ്ഞോ. കുടുംബത്തിനെ നോക്കാം. നോക്കാം. ഓക്കെ, അപ്പൊ റിദ്വാന് കുടുംബത്തെ നോക്കുന്ന ആളാണ്. രാവിലെ എണീറ്റ് മുതൽ വൈകുന്നേരം വരെ കുടുംബത്തിൽ ഉമ്മാനെങ്ങനെ നോക്കി ഉപ്പാനെങ്ങനെ നോക്കി നിൽക്കും. ഇതാണോ എങ്ങനെ ഈ നോക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റിദ്വാനെ? അവര് പറഞ്ഞത് അനുസരിക്കുക. നോക്കാന്ന് പറഞ്ഞാല് അനുസരിക്കലാണോ, നോക്കല് അനുസരണം മാത്രം മതിയോ? അവര് പറഞ്ഞത് അനുസരിക്കുക, നിസ്കരിക്കുക. പിന്നെ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ഈ പിന്നെ നിസ്കാരവും നിങ്ങൾ ഈ നിസ്കാരം വിട്. നിസ്കാരവും ഖുർആനോത്തും അള്ളയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്. അള്ളാഹ്ക്ക് അതല്ല പ്രധാനം. അള്ളാഹ്ക്ക് അതല്ല പ്രധാനം. ഒരാള് മരിച്ചാലും മയ്യത്ത് ഖബറടക്കണതിന്റെ മുമ്പ് ആ മയ്യത്തിനെ ഖബറടക്കണതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? കടം വീട്ടണം എന്നാ. ദുനിയാവിലെ മനുഷ്യന്മാരായിട്ടുള്ള കാര്യങ്ങളുടെ ഡീലിംഗ് ആണ് ഏറ്റവും പ്രധാനം. നെഹദ പാവങ്ങളെ സഹായിക്കുക. സഹായിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ. പൈസ ഇല്ലാത്തവർക്ക് പൈസ നൽകുക. അപ്പൊ ഒരാള് പിന്നെ പാവപ്പെട്ട ഒരാളുണ്ട്, അയാള് പിന്നെ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അയാളെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കുക, അല്ലെ? അയാൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊണ്ടുകൊടുക്കുക. അങ്ങനെയാ പറ, അങ്ങനെയാണോ? അപ്പൊ അയാൾ പിറ്റേന്ന് മുതൽ ജോലിക്ക് പോവാതെ നിങ്ങളെ ക്യാഷും വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും, അല്ലേ? ആർക്കാണ് ക്യാഷ് കൊടുക്കേണ്ടത്? മിസ്കീന്, യതീം. ഗതി ഇല്ലാത്ത ആളുകൾക്കാണ്. ഓക്കെ, ഗതി ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, ഗതി ഉള്ളവരെയല്ല. നൗറിൻ, ആളുകൾക്ക് നന്മ ചെയ്യുക. നന്മ ചെയ്യാന്നാണ്. ശരി, അത് തന്നെയാണ് മെയിൻ. ആ ഒരൊറ്റ വാക്കില് മൊത്തം കാര്യങ്ങൾ അതില് നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റി. ആളുകൾക്ക് നന്മ ചെയ്യുക എന്നൊരു വാക്ക്. ഇനി അള്ളാഹുവിന് വേണ്ടത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അള്ളാഹുവിന് വേണ്ടത് നമ്മൾ മനുഷ്യരോട് ചെയ്യുന്ന നന്മകളാണ്. എന്തൊക്കെയാണ് മനുഷ്യരോട് ചെയ്യേണ്ട നന്മകൾ? അതാണ് അടുത്ത ടോപ്പിക്. ആർക്കൊക്കെ പറയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഹംദാൻ. ഫാമിലിനെ എല്ലാവരും കെയർ ചെയ്യുക. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കെയർ ചെയ്യുക മീൻസ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക, അവർ പറഞ്ഞ് അനുസരിക്കുക, അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുക. നീ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഓക്കെ, നോക്കൂ. അള്ളാഹു ഓക്കെ, വെയിറ്റ് ചെയ്യാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഏറ്റവും അടുത്താരുള്ളത്? നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്താരുള്ളത്? ഉമ്മ, ഉപ്പ, അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവര്. പിന്നെ നമ്മുടെ സിബ്ലിങ്സ്, ജ്യേഷ്ഠാനുജന്മാര്. പിന്നെ നമ്മുടെ വീട്ടിൽ, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഇതിന്റെ ഉത്തരെങ്കിലും ആരെങ്കിലും പറയാൻ പറ്റുന്നു? ഇതിന്റെ ഉത്തരം അറിയില്ല ചില കുട്ടിക്ക്. എന്റെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുള്ളത്? ടെൻഷൻ അടിക്കുകയാണ്, അല്ലെ? നിങ്ങള് സംസാരിക്കുക. ഈ മിണ്ടാപ്പൂച്ചകളായിരിക്കുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച്, ചിലര് ഭയങ്കര മടിയന്മാരും പിന്നെ ക്ലാസ്സിൽ വന്ന് ഇരിക്കും, പക്ഷേ എന്താ വീഡിയോ ഒന്ന് ഓൺ ആക്കാൻ പോലും മടി, അല്ലെ? വീഡിയോ ഓൺ ആക്കിയവര് ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് കൈ ഉയർത്തി വെച്ച് ടോക്ക് ചെയ്യും, അല്ലെ? ഓക്കെ, പുതിയ ആളുകൾ, പഴയ എന്നും സംസാരിക്കുന്നവരെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. സാലിഫ്. എന്റെ വീട്ടിലുള്ളത് ഉമ്മയും ഉപ്പയും പിന്നെ സൽമാനും. അപ്പം 4 പേരുണ്ട്, അല്ലെ? ഈ 4 പേര് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ഫിംഗർ കൊണ്ട് ഇങ്ങനെ കാണിച്ചേ. എന്റെ വീട്ടിൽ 9 പേരുണ്ട്. നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇത്രയും പേരില്ലേ?
അതിൽ നിങ്ങളങ്ങ് മൈനസ് ചെയ്തേ, നിങ്ങളങ്ങ് കുറക്ക്, നിങ്ങളെ കുറക്ക്. എന്നിട്ട് ബാക്കി എത്ര പേരുണ്ട് അത് കാണിക്ക്. നിങ്ങളെ മൈനസ് ചെയ്തിട്ട് നിങ്ങളില്ലാതെ എത്ര പേരുണ്ടെന്ന് ഫിംഗർ കൊണ്ട് കാണിക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു നിങ്ങള് ഇപ്പൊ നിങ്ങളുടെ ഫിംഗർ എത്ര ഉണ്ടോ ആ ഫിംഗറിലുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ ആദ്യം നന്മ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നേടണമെങ്കിൽ ആദ്യം ആരുടെ ഇഷ്ടം വേണം? ആ ഫിംഗറിലുള്ള ആൾക്കാരെ, അവരുടെ ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എത്ര പേർക്ക് പറയാം? ആ നമ്പർ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളല്ലാത്ത എല്ലാവരോടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറലാണ് ഒരു നല്ല മുസ്ലിം ആയിരിക്കെ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നമ്പർ 1 ക്വാളിറ്റി. ആർക്ക് പറ്റും? ഞാൻ ഇവിടുന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിലേക്ക്. നിങ്ങളെ വീട്ടിൽ എല്ലാവരും നിങ്ങളെ കുറിച്ച് ഹാപ്പിയാണ്, ഒരു പരാതിയും ഇല്ലാന്ന്? ഒരു പരാതിയില്ല? ശരി, ഒന്നാമത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള സിബ്ലിങ്സ്, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ, വീട്ടിലുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ കുറിച്ച് ഹാപ്പി ആയിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇസ്ലാമിസ്റ്റ് ആയ ഒരു മുസ്ലിം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നൈബേഴ്സ്, ഫ്രണ്ട് സർക്കിൾ. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഇങ്ങനെ കാണിച്ച് 2, 3, 4, 5 എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഈ ഫ്രണ്ട്സ് മുഴുവനും നിങ്ങൾ ഇഷ്ടമാണോ? അതോ നിങ്ങൾ ആ ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കണ്ടവർക്ക് ദേഷ്യം പിടിക്കലാണോ? നിങ്ങളെ വരവ് തന്നെ അവർക്ക് ഇഷ്ടക്കേടാണോ? നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് ഉറപ്പുള്ളവര് കൈപൊക്ക്. ഇവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ 2 പേരും ഒരുപോലെ വന്നിരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ, നമുക്ക് അവരോട് നാട്ടും കൊണ്ട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ കാണിച്ചു. ഇവിടെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഫേസ് കാണുന്നുണ്ടെങ്കിൽ കൈപൊക്ക്. ഇവിടെ നിങ്ങളെ ഫ്രണ്ടിന്റെ ഫേസ് കാണണ്ട. അറുവന്റെ ഫ്രണ്ട് ആരാ ഇവിടെ കാണുന്നുണ്ടേ? പറ. ഹംദ എവിടെ? നഷ്വ ഉണ്ടോ? നഷ്വ അവിടെ ഇല്ലേ? ഇതല്ലേ നഷ്വ? ഈ നഷ്വ അല്ലേ? ഈ അറുവ എന്ന് പറഞ്ഞ കുട്ടി നല്ല സ്വഭാവമുള്ള കുട്ടിയാണോ? എന്താണ് അവളുടെ നല്ല സ്വഭാവം? നോക്ക്, ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പം പബ്ലിക്കായിട്ട് അവര് രഹസ്യമായിട്ട് പറയില്ല. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങളെ സ്വഭാവം അറിയാൻ. ഓക്കെ, നിങ്ങൾ നാളത്തെ ക്ലാസ്സിന് മുമ്പ് ചെയ്തിട്ട് വരണം. ചെറിയൊരു അസൈൻമെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും ചെയ്യാൻ റെഡിയാണോ? ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഫോൺ ചെയ്യാം. ഓർ നേരിട്ട് മീറ്റ് ചെയ്യാം, ഡയറക്റ്റ് മീറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെയുള്ള മീറ്റിങ്ങിലുള്ളവരെ പറ്റില്ല കേട്ടോ. ഈ മീറ്റിങ്ങിലുള്ളവരെ വേണ്ട, അവർക്ക് സംഗതി അറിയല്ലോ. ഈ മീറ്റിങ്ങിൽ ഇല്ലാത്ത ഒരു ഫ്രണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല ഒരു ചോക്ലേറ്റ് കൊടുക്കുക. നല്ലൊരു ചോക്ലേറ്റ് പറഞ്ഞാൽ നല്ല ക്യാഷ്, നല്ല പൈസന്റെ ചോക്ലേറ്റ്, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് നിങ്ങൾ കൊടുക്കുക. ഫ്രണ്ടിന് ചോക്ലേറ്റ് കൊടുത്തവർ കൈപൊക്കെ ഇതിനു മുമ്പ്? ഓ, എല്ലാരും കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ. ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കൊടുക്കണം കേട്ടോ. ചെറിയ 2 റുപ്യന്റെ 1 റുപ്യന്റെ ഒന്നും കൊടുക്കരുത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പൈസന്റെ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് ആ കുട്ടിയോട് നല്ലോണം ചിരിച്ചിട്ട് ആ ചോക്ലേറ്റ് തിന്നാൻ പറയാം. അപ്പൊ അവൻ പീസ് തരും. പീസ് വേണ്ടി തന്നോ? അപ്പൊ അവൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ചോക്ലേറ്റ് കിട്ടിയാല് അതെന്തായിരിക്കും ക്വസ്റ്റ്യൻ? അല്ലെ അവൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. അതെന്തായിരിക്കും ക്വസ്റ്റ്യൻ? എന്തായിരിക്കും? എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു ചോക്ലേറ്റ് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുത്ത അവൻ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പറ. ആരാ പറയാ? ഷാമില് പറ.
നോമ്പല്ലേ? ഇഫ്താർ കഴിഞ്ഞിട്ടുള്ള പറ, നോമ്പിന്റെ പോട്ടെ. ഇഫ്താർ കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായിരിക്കും ചോദിക്കുക? ആൻസർ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുക. പുതിയ ആള് പറയും, ഇതുവരെ സംസാരിക്കാത്ത ഒരാള് ആരായിരിക്കും? സയ്യാന്. എന്തായിരിക്കും ഇവിടെ സയ്യാനെ? എന്തിനാ തന്നേ? ആ, ഇത് ഇതിനോട് നിനക്ക് വട്ടായ നീ എന്തിനും ഒരു കാര്യമില്ല എനിക്ക് ചോക്ലേറ്റ് തരുന്നത് എന്ന് ചോദിക്കും അല്ലെ? സ്വാഭാവികമല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് ചോക്ലേറ്റ് ഫ്രണ്ട്സിന് കൊടുക്കുന്ന ആളാണ്, പിന്നെ അവൻ വാങ്ങി കഴിക്കും, ഒന്നും ചോദിക്കുന്നില്ല. കാരണം അവൻ തരുന്നതല്ലേ, അവന്റെ ഇഷ്ടമല്ല, അവൻ തന്നോട്ടെ, ഞാൻ തിന്നു, അങ്ങനെ ഞാൻ വിചാരിക്കാം. പക്ഷെ അതല്ല, തീരെ കൊടുക്കാത്ത ഒരാൾ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ്, നല്ലൊരു അടിപൊളി ചോക്ലേറ്റ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇത് എന്തിനാണ് എന്നുള്ള രീതിയിൽ ഒരു നോട്ടെങ്കിലും നോക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഒരു കാര്യമുണ്ട്, നീ തിന്ന് എന്ന് പറഞ്ഞിട്ട് തിന്ന അല്ലെ? ചിലപ്പോൾ തിന്നില്ല, നീ കാര്യം പറ അല്ലെ എന്ന് പറയും. അങ്ങനെ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവനോട് പറയാ, രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറയാ, എടാ നീ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. അപ്പൊ എന്തായിരിക്കും അവൻ മറുപടി പറയാ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മറുപടി നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. ആ ഇതിനാണല്ലേ എന്നെ സോപ്പിട്ട് ഇങ്ങോട്ട് കൊടുന്നതിന്. ഇത് എന്തോ ഒരു കാര്യം ഉണ്ട്, എനിക്ക് മനസ്സിലായി. കാരണം ഈ ചോക്ലേറ്റ് ഒക്കെ തിന്നെ സോപ്പ് ഇടുന്ന എന്തോ ഒരു കാര്യം, എന്റെ കാര്യം നടക്കാനാണ്. അപ്പൊ നിങ്ങൾ പറയാം, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് പറയാ? പറ, നിങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ? മഹഫൂസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്താ പറയാ? മുട്ടായി കൊണ്ടുവന്നാ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഓന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതിബുദ്ധിമാനാണ്. എന്റെ ഹെൽപ്പ് വേണോ എങ്കിൽ ഇതുപോലെ 2 ചോക്ലേറ്റ് കൂടെ തന്നാൽ ഞാൻ പറയാം, ഹെൽപ്പ് ചെയ്യാം അല്ലെ എന്ന് പറയും. അവന്റെ ബുദ്ധിമാനായ ഫ്രണ്ടാണ് അവന്റെ ഫ്രണ്ട് അല്ലെ? അവന്റെ ഫ്രണ്ടിനെ വെച്ചിട്ട് അവനെ ഗസ് ചെയ്തിട്ട് പറയാം. അവന്റെ ഫ്രണ്ടിന്റെ സ്വഭാവം അവനക്ക് അറിയാലോ. ജാന്റെ ഫ്രണ്ട് എന്തായിരിക്കും പറയാ? ഡിമാൻഡ് ആക്കും, മറ്റേ ചോക്ലേറ്റ് ഇങ്ങനെ തിന്നോണ്ടേ, നോക്കാം, നീ പറ, കാര്യം നോക്കട്ടെ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്യാം. അപ്പം വലിയ ഹെൽപ്പ് ഒന്നുമില്ല, എനിക്ക് നാവുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ഹെൽപ്പേ ഉള്ളൂ. ഞാൻ ഇന്നെ പറ്റിയൊരു കാര്യം, എന്റെ ഫ്രണ്ട്സ്, എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നീ എന്റെ അടുത്ത ഫ്രണ്ട് അല്ലേ? എന്റെ സ്വഭാവം ശരിക്കും എങ്ങനെയാണ്? എന്റെ സ്വഭാവം ശരിക്കും നല്ല സ്വഭാവമാണോ? ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എന്താ എല്ലാരും പറയുന്നത്? ഇതാണ് കിട്ടേണ്ടത്, മനസ്സിലായോ? മറ്റു ഫ്രണ്ട്സൊക്കെ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്? ഇത് ഓലോടൊന്നും കുറ്റം പറയാനോ ഒന്നുമല്ല, എനിക്ക് എന്നെ ഒന്ന് അസസ് ചെയ്യാൻ, എന്നെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാണ്. പ്ലീസ് ആരോ ഒന്നും പറയാന്ന് പറഞ്ഞാൽ അവൻ 2-3 രീതിയിൽ അതിന് ആൻസർ പറയും. എന്തൊക്കെയായിരിക്കും ആൻസർ? നിങ്ങൾ പറ, നിങ്ങൾ ഗസ് ചെയ്ത് പറഞ്ഞു നോക്ക്, എന്തൊക്കെയായിരിക്കും ആൻസർ പറയാ? പറഞ്ഞ കാരണം നമ്മൾ ഞെട്ടിപ്പോവും. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ലോകത്തെ എല്ലാവിധ സർവഗുണ സമ്പന്നനായ, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, ലോകത്തെ ഏറ്റവും സുന്ദരൻ, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ എന്നൊക്കെ നമ്മളെ പറ്റി നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് അത് സത്യം മറ്റുള്ളവരുടെ ശരിയായ വായിലുള്ളത് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചങ്ക് പൊട്ടി തകർന്ന് ബോധം കെട്ട് വീഴേണ്ട അവസ്ഥ വരും. ഒരു ടീമിന് അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. കാരണം ചില കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ട് പറയും. എടാ നീ നല്ലൊരു ക്വസ്റ്റ്യനാ ചോദിച്ചത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഫ്രണ്ട്സ് നിങ്ങളോട് പറയാ, നിന്റെ നല്ലൊരു ചോദ്യമാണ്, നീ ഉണ്ടല്ലോ, നിന്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ മഹാമോശം ഇല്ലേ? നീ ഇപ്പൊ എനിക്ക് ചോക്ലേറ്റ് തന്നത് ഓക്കെ, നിന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന് ഒരു മിഠായി ഒരു കടലമണി പോലും നീ കൊടുത്തിട്ടുണ്ടോ? എന്ത് പിശുക്കനാ നീ അല്ലെ? അപ്പൊ ഞാൻ അത്ര വലിയ പിശുക്കനായിരുന്നോ? അപ്പോഴാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ സ്വഭാവം ഇതാണ്, നമ്മുടെ സ്വഭാവം അല്ലെ? നീ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കലുണ്ടോടാ? നമ്മുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ പറ്റി, ഒരു ഫ്രണ്ടിന് എന്നെ പറ്റി നല്ല അഭിപ്രായം ഇല്ല, എല്ലാരും നീ മഹാപടക്കാന്നാ പറയുന്നത്. ഇതൊക്കെ സത്യം ഇങ്ങനെ പറയാം, അവന് ചോക്ലേറ്റ് കിട്ടിയ സന്തോഷത്തിൽ സത്യം ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക്. അപ്പൊ നിങ്ങള് തന്നെ ആണോ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അടുത്തടുത്ത് ഇങ്ങനെ കിട്ടും, അപ്പൊ അടുത്ത് കിട്ടും അല്ലെ? എടാ നീ കഴിഞ്ഞ ദിവസം ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അന്ന് നിന്റെ വീട്ടിൽ നിന്ന് നീ ഒരു ഫുഡ് കൊണ്ടോ, നീ ഒറ്റയ്ക്ക് തിന്നല്ലേ, ആർക്കെങ്കിലും കൊടുത്തോ? അതൊക്കെ ഇതുവരെ എല്ലായിടത്ത് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ തമ്മിൽ അവരുടെ മനസ്സിൽ അത് അവിടെ കിടക്കും. പിന്നെ ഒരു ദിവസം നീ അന്ന് ഫുട്ബോൾ കളിച്ച സമയത്ത് അന്ന് പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് ഒരുത്തനെ അടിച്ചില്ലേ, അത് എന്തിനാണ്? നിന്റെയൊക്കെ സ്വഭാവം, നീ എന്ത് ക്രൂവലായിട്ടാണ് നിന്റെ ഫ്രണ്ട്സിനോട്? നിനക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഓരൊക്കെ വെറുതെ ആക്ട് ചെയ്യണം, ഓരൊന്നും നിന്റെ ഫ്രണ്ടൊന്നും അല്ല, ഓലൊക്കെ എനിക്കറിയാം, ഓലൊക്കെ നിന്നെ പറ്റി പറയുന്ന പറഞ്ഞു. ഇത് ഒന്ന് ഇങ്ങനെ ഈ ഒരു ടോണിൽ നിങ്ങൾ കേൾക്കുക.
അല്ലെ? നിനക്കൊന്ന് ചിരിച്ചാൽ എന്താടോ, നിന്റെ ഫേസ് കണ്ടാൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ മാതിരിയാണ് അല്ലേ എന്നൊക്കെ പറയും അല്ലേ? നിന്റെ ഫേസ് മുഖം നിനക്കെന്താ ഒന്ന് ഇങ്ങനെ ചിരിച്ചാൽ, എന്റെ പല്ലൊക്കെ ഒന്ന് കാണിച്ചാൽ എന്താ എനിക്ക് കുഴപ്പം, നീ ഇങ്ങനെ കോണ്ടാമൃഗത്തിന്റെ മാതിരി ഇങ്ങനെ നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ശരിയായ സ്വഭാവത്തെ അവർ ശരിക്കും പറഞ്ഞുതരും ഇല്ലേ? ഒന്ന്. അല്ലെങ്കിൽ അതിനെ നീ പോസിറ്റീവായിട്ടാണെങ്കിലോ, പോസിറ്റീവായിട്ട് ഒരുപാട് പറയടാ, നിന്നെ പോലുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വലിയ ഭാഗ്യ. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, എന്റെ ക്ലാസ്സിലുള്ള ഒരുത്തിനും ഒന്നിനും പറ്റൂല, നീ നല്ല സ്വഭാവമാണ്, നീ നല്ല അത് ഉള്ളത് പറയും ഉള്ളത് പോലെ പോസിറ്റീവായിട്ട് അങ്ങനെയും കിട്ടും. റൈറ്റ്? ഇതേ കാര്യം നിങ്ങൾക്ക് ഫാമിലിയിലും ചെയ്യാൻ പറ്റും. ഇതേ എക്സ്പെരിമെന്റ് ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഉള്ള ഒരു കൈവക്ക്. ഫാമിലി റിലേഷൻ ഉണ്ട്, ഫ്രണ്ട്സും ആണ്. അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടാ? അവർക്കാണ് കൂടുതൽ നിങ്ങളെ പറ്റി പറയാൻ പറ്റുക. കുടുംബത്തിലുള്ള മൊത്തം അഭിപ്രായം കിട്ടുകയും ചെയ്യും അല്ലെ? ഫാമിലിയിലുള്ള നിങ്ങളുടെ ഒപ്പീനിയനും എടുക്കാൻ പറ്റും. റൈറ്റ്? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ കുട്ടിയെ പറ്റി നിങ്ങൾ എൻക്വയറി ചെയ്യില്ലേ, അന്വേഷിക്കൂലേ? അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനോടും ചോദിക്കാം. ഇത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം നിങ്ങളുടെ ഉമ്മാനോട്. ഉമ്മ ഒരു ദിവസം കിച്ചണിൽ ഇങ്ങനെ ഉമ്മാനെ ഈ ശർക്കരാണി എറുമ്പ് ഓടിക്കുന്ന ഉമ്മാന്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. ഉമ്മ എന്താണ് ചോദിക്ക്? ഉമ്മ ഒരു കാര്യം ചോദിക്കാണ്ട്. എന്താ? എന്റെ സ്വഭാവം എങ്ങനെ ഉമ്മ? ചോദിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്റെ സ്വഭാവം എങ്ങനെ ഉമ്മ? ഉമ്മ പറയും, ഓഹ് നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഒരു വാഴ നട്ടിരുന്നെങ്കിൽ ഇപ്പൊ വാഴ കൊലച്ചിട്ട് അതിന്ന് പഴം ഇങ്ങനെ ഇരിഞ്ഞ് തിന്നാമായിരുന്നു അല്ലേ? ഒരു ഉപകാരം ഇല്ലല്ലോ നീ. നീ ഇങ്ങനെ ഈ പുരയിൽ ഇങ്ങനെ ഉറങ്ങുക, കളിക്കുക, ഉറങ്ങുക, തീറ്റ, ഉറക്കം, കളി. ഇതിലപ്പുറത്തേക്ക് നീയൊക്കെ എന്താണ് ഈ വീട്ടിൽ ചെയ്യുന്നത്? എന്റെ കാര്യമെങ്കിലും നിനക്ക് ചെയ്തുകൂടെ? അറ്റ്ലീസ്റ്റ് ഇല്ലേ, തിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കുക. അറ്റ്ലീസ്റ്റ് ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ഇവരൊക്കെ പ്ലേറ്റും ഗ്ലാസും കഴുകണം, ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാ പണിയും ഞാൻ തന്നെ. അടിച്ചു വാരണം, തുടക്കണം. നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് ഉമ്മ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്താ മനസ്സിൽ പെട്ടെന്ന് വരിക? നിങ്ങൾക്ക് ഭയങ്കര ഈഗോ, ദേഷ്യം വരും അല്ലേ? കാരണം എന്താ? നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്ത് തരേണ്ടത് എന്നാണ് അല്ലെ? അങ്ങനെയല്ല. നമുക്ക് കഴിവുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ബെർണാഡ് ഷാ ആണോ നെപ്പോളിയൻ ആണോ എന്നറിയില്ല, എവിടോ ഒന്ന് ഞാൻ വായിച്ചതാണ്. ഒരു വലിയ ലോകത്തൊരു ഫേമസ് ആയ ഒരാൾ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഏറ്റവും വലിയ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേറൊരാളെ കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉമ്മാനോട് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് ഇസ്ലാം. കുറേയാട് നിസ്കരിച്ചുകൊണ്ട്, നോമ്പ് വെച്ചുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട് ഒന്നും സാലിഫെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കാര്യമില്ല എന്നല്ല, അത് കാര്യം തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ശരിയാവാതെ സാലിഫിന് കുറ്റണ്ടെന്നല്ല ട്ടാ. കാര്യം കണ്ടന്റ് മനസ്സിലാൻ വേണ്ടി പറയാ. അതായത് വീട്ടിൽ നിങ്ങൾക്കിപ്പം ഒരു ഒറ്റ ഉദാഹരണം പറയുന്നത്, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ചാനൽ മാറ്റണം, പരസ്യമായി. തൊട്ട് മുമ്പിലുള്ള ഒരു 2 മീറ്റർ അപ്പുറത്തുള്ള റിമോട്ട് എടുക്കാൻ ഉമ്മാനെ അടുക്കളയിൽ നിന്ന് വിളിക്കുക. ഉമ്മ ഇങ്ങോട്ട് വാ, എനിക്ക് റിമോട്ട് ഒന്ന് എടുത്തോണ്ടാ. അടുക്കളയിലുള്ള കിച്ചണിലുള്ള ഉമ്മ വന്നിട്ട് വേണം ഇവൻക്ക് ഈ റിമോട്ട് എടുത്ത് കൊടുക്കാൻ. ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ട്. എന്നിട്ട് പാവ ഉമ്മ കിച്ചണിൽ വന്നിട്ട് റിമോട്ട് എടുത്തിട്ട് കൊടുക്കും. ഇത് രാജാവാണ്, VVIP ആണ്, ഇങ്ങനെ കാലുമേൽ കാലും കയറ്റിയിട്ട് ഇരിക്കുക. എന്നിട്ട് ചോറും കറിയൊക്കെ വെച്ചെടുത്താല് ഇന്നും വെജിറ്റബിളോ, ഒന്നും ചിക്കൻ ഇല്ല, എന്തത് ഹോട്ടലാ അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള തനി വെറുപ്പികളായ മക്കളുണ്ട്. അതിൽ നിങ്ങൾ പെടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഓരോരുത്തരും സ്വന്തം പാരന്റ്സിന്റെ തൃപ്തി ഇല്ലാതെ ഉമ്മാന്റെ കാലിന്റെ അടിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടെന്നല്ല, ഉമ്മാന്റെ കാലിന്റെ അടിയിലെ പോലെ നമ്മൾ ജീവിച്ചിട്ടേ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഉമ്മാന്റെ ഉപ്പാന്റെയും ഇഷ്ടമല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല. ഉമ്മ നിങ്ങളെ പറ്റി ഹാപ്പിയാണോ? ഗോ ഹെഡ്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുസ്ലിമായിട്ട് അന്തസ്സോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാം. ഉമ്മ നിങ്ങളെ പറ്റി ഹാപ്പി അല്ലെങ്കിൽ അള്ളാഹ് ഹാപ്പി ആവില്ല. ഉമ്മാന്റെ ഹാപ്പിനെസ് അള്ളാഹിന്റെ ഹാപ്പിനെസ് അത് സെയിം ആണ്. മാതാപിതാക്കളുടെ
മാതാപിതാക്കളുടെ ഇഷ്ടം ഇല്ലാതെ നമുക്ക് സ്വർഗത്തിലെ ഒരു വാതിലും ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മക്കളായ അള്ളാഹു ഞങ്ങളൊക്കെ മാറ്റണേ. ഞാനൊരു ഉമ്മാന്റെ കുട്ടിയാണ്, ഞാനൊരു ഉപ്പാന്റെ കുട്ടിയാ. അവിടെ പറഞ്ഞു അള്ളാഹു ഞങ്ങളൊക്കെ നല്ല മക്കളാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ വാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉമ്മാനെ കുത്തിയാ പ്രശ്നമല്ല എന്നല്ല, പ്രശ്നമാണ്. പക്ഷെ ഉമ്മാനെ കൈകൊണ്ട് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാലും പ്രശ്നം. പക്ഷെ അതിനേക്കാൾ വിഷമുള്ള നാവെന്ന് വാക്ക് പുറത്തേക്ക് വരിക, നമ്മൾ അറിയാതെ നമ്മുടെ നാവിന്ന് വിഷം വരുന്നു അല്ലെ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് നാവിനെ നിയന്ത്രിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യും. നിയന്ത്രണമാണ് നോമ്പ്, എല്ലാറ്റിന്റെയും കൺട്രോളാണ്. എല്ലാം കൺട്രോൾ ചെയ്യുക, കൺട്രോൾ, ഇമോഷൻസിന്റെ കൺട്രോൾ, ദേഷ്യത്തിന്റെ കൺട്രോൾ, ഇതൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നോമ്പ് അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവെ ദേഷ്യം പിടിക്കുന്നതിൽ നിന്ന് അല്ലെ നല്ല ക്ഷമയുള്ളവരാക്കി ഞങ്ങളെ സ്വാബിര്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഫസ്ബിർ സുബ്റൻ ജമീല, ഭംഗിയുള്ള ക്ഷമ ക്ഷമിക്കാനാ ഖുർആൻ പറഞ്ഞത്. ക്ഷമക്ക് ബ്യൂട്ടി ഉണ്ടാവും. ക്ഷമക്ക് ഇങ്ങനെ ബ്യൂട്ടി ഉണ്ടാവുക, അതിങ്ങനെയാണ് അല്ലെ. അള്ളാഹു നല്ല ക്ഷമയുള്ള പേഷ്യൻസ്, നല്ല സുബറുള്ളവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പാരന്റ്സിന് എന്തെങ്കിലും പ്രയാസങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ ആ സ്വഭാവമൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അള്ളാഹ്. ആമീൻ പറ. വലിയൊരു ദുആ പറഞ്ഞിട്ട് നിങ്ങൾ ആമീൻ പറയില്ല. അള്ളാഹുവെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പാരന്റ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്വഭാവം ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവെ അത് മാറ്റിത്തരണേ അള്ളാഹ്. ആമീൻ പറ. അള്ളാഹുവെ ഞങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽത്തിൽ, ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവെ അത് മാറ്റിത്തരണേ അള്ളാഹ്. അള്ളാഹു വീട്ടിൽ റഹ്മത്തും ബർക്കത്തും തരണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളെ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ലേ അള്ളാഹ്. ഇതല്ലേ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു ഞങ്ങളെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ല, ഉപകാരം ഉണ്ടാവണം. പക്ഷെ അള്ളാഹുവെ ഉപദ്രവം ആർക്കും ഉണ്ടാവാത്ത രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ അള്ളാഹുവെ സൗഭാഗ്യം ചെയ്ത് തരണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ നാട്ടിലും റഹ്മത്തും ബറക്കത്തും നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നീ ഹിദായത്ത് കൊടുക്കണേ അള്ളാഹ്. ലോകത്തെ എല്ലാ മനുഷ്യർക്കും അള്ളാഹുവെ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഹിദായത്ത് കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ നിസ്കാരം, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അള്ളാഹ്. തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവെ നീ കാക്കണേ അള്ളാഹ്. اللهم ربنا تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.